ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ ആക്രമണത്തിലെ പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സാക്ഷിയുടെ സഹായത്തോടെ ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് രേഖാചിത്രം വരച്ചത്. അതേസമയം CCTV ദൃശ്യങ്ങളിൽ കണ്ടയാൾ കാപ്പാട് സ്വദേശിയാണെന്നും പ്രതിയാകണമെന്നില്ലെന്ന് പോലീസ് CCTVയിൽ കണ്ട ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാക്കി. കാപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥി എന്നാണ് പോലീസിന് ലഭിച്ച വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ആദ്യം പല സംശയങ്ങളും ഉയരും. പ്രത്യേകിച്ച് ദൃശ്യങ്ങളിൽ കണ്ട CCTV ദൃശ്യങ്ങളിൽ കണ്ടയാൾ പ്രതിയല്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? ഫിജി, തീർച്ചയായും. കാരണം നേരത്തെ പോലീസ് തന്നെ പുറത്തുവിട്ട CCTV ദൃശ്യമായിരുന്നു അത്. പ്രതിയെന്ന സംശയത്തിലായിരുന്നു പോലീസ് അത്തരത്തിലൊരു CCTV ദൃശ്യം പുറത്തുവിട്ടത്. മാത്രമല്ല, ഈ എലത്തൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തെ ഒരു സ്ഥാപനത്തിലെ CCTV ദൃശ്യമായിരുന്നു അത്. അതിൽ ചുവന്ന ഷർട്ടിട്ട ഒരാളെയാണ് കണ്ടത്. എന്നാൽ അതല്ല പ്രതിയെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അത് കാപ്പാട് സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഫിജി സൂചിപ്പിച്ചതുപോലെ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ വിവിധ നിഗമനങ്ങളിലൂടെയാണ് പോലീസ് കടന്നുപോയത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി പങ്കുവയ്ക്കാനുള്ളത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ട്രെയിനിലെ തീവെപ്പ് പ്രത്യേക സംഘം അന്വേഷിക്കും. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ കേസ് അന്വേഷിക്കുക. ഈ സംഭവത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് കണ്ണൂരിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കേസിലെ പ്രധാന സാക്ഷി കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള റാസിഖിന്റെ പോലീസിന് നൽകിയ മൊഴിപ്പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത്, ഈ റാസിക്ക് ഈ സംഭവ സമയത്ത് കിടക്കുകയായിരുന്നു. ഈ സമയത്താണ് ഒരു പ്രത്യേക ഗന്ധം, ഒപ്പം തന്നെ ബോട്ടിൽ ഒരു ക്രഷാവുന്ന ഒരു ശബ്ദം കേട്ട് തലയുയർത്തി നോക്കുകയായിരുന്നു. ആ സമയത്താണ് തന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ ദേഹത്തേക്ക് ഒരു ചെറിയ കുപ്പിയിൽ നിന്നും പെട്രോൾ പോലെ ഒരു വസ്തു ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ അയാൾ സ്പ്രേ ആളുകളുടെ ദേഹത്തേക്ക് പ്രതി കുടയുകയായിരുന്നു എന്ന് റാസിക്ക് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ തീ പടർന്നു. ട്രെയിനാണെങ്കിൽ നല്ല വേഗത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ പടർന്ന് പിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതിയുടെ കൈവശം ഒന്നും തന്നെ കണ്ടില്ലെന്നും റാസിക്ക് പറയുന്നു. മൊബൈൽ ഫോണോ മറ്റോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ബാഗോ ഫോണോ ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ലെന്ന് റാസിക്ക് ഈ മൊഴിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദിക്കാരനെ പോലെയാണ് കാഴ്ചയിൽ ഈ പ്രതിയെ തോന്നിയത്. മാത്രമല്ല, വളരെ ലൂസുള്ള ഇറക്കം കൂടിയ ഷർട്ടാണ് ഇട്ടിരുന്നത്. തീ പടർന്നപ്പോൾ ഈ റാസിക്ക് തന്റെ ഇത്താത്തയും, അതായത് ഈ മരണപ്പെട്ട പിന്നീട് ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട റഹ്മത്തിനെയും മകളെയും, അതായത് ഈ റഹ്മത്തിന്റെ സഹോദരിയുടെ മകൾ സഹ്റയിൽ കൈകൊണ്ട് അവിടെ നിന്നും മാറ്റി കാലിലും സീറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന തീ കൈകൊണ്ട് കെടുത്താൻ താൻ ശ്രമിച്ചിരുന്നു. ഈ തീ കെടുത്തി നോക്കിയപ്പോൾ പിന്നീട് ഇത്താത്ത ഈ മകളെയും ട്രെയിനിൽ കണ്ടില്ല എന്ന് പറയുന്നു. ആ ഒരു ശ്രമത്തിനിടെ തന്റെ കാലിന് പൊള്ളലേറ്റതായും റാസിക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതിയെ കുറിച്ച് നിർണായകമായ ഒരു സൂചന കൂടി റാസിക്ക് നൽകുന്നുണ്ട്. അതായത് ഈ ഷർട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറക്കമുള്ള ഒരു ലൂസ് ഷർട്ടാണ്. മാത്രമല്ല, ഒരു ഹിന്ദിക്കാരനെ പോലെയാണ് അയാളെ തോന്നിയത് എന്നൊരു സൂചന കൂടി റാസിക്ക് നൽകുന്നു. മാത്രമല്ല, റാസിക്ക് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇനിയും ഇയാളെ കണ്ടാൽ തിരിച്ചറിയും എന്നുള്ളതാണ്. ഈ നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പ്രേമദാസ് ഇരുവള്ളൂർ എന്ന് പറയുന്ന പോലീസിലെ രേഖാചിത്ര വിദഗ്ധനാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് റാസിക്കിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ രേഖാചിത്രം വരച്ചത്. ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അത് പ്രതിയല്ല, പകരം കാപ്പാട് സ്വദേശിയായ വിദ്യാർത്ഥിയാണ് എന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, നേരത്തെ റെയിൽവേ ട്രാക്കിൽ വെച്ച് കണ്ട ബാഗ് അത് പ്രതിയുടേതാണോ എന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ തന്നെ ഫോറൻസിക് DNA സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു. ആ DNA സാമ്പിളുകളുടെ ഉൾപ്പെടെ പരിശോധനാ ഫലം ഇനി പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല, അതല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി എന്തെങ്കിലും വഴി തെറ്റിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി റെയിൽവേ ട്രാക്കിൽ ഇത്തരമൊരു ബാഗ് ഉപേക്ഷിച്ചതാണോ എന്നൊരു സംശയവും ഇതിന് പിറകിലുണ്ട്. എന്തായാലും വലിയൊരു അട്ടിമറി സാധ്യതയ്ക്കുള്ള ആ ഒരു സാധ്യത പോലീസ് തട്ടിക്കളയുന്നില്ല. അതേസമയം മറ്റൊരു നിഗമനം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇതൊരു ആക്രമണം നടത്തിയാൽ മനോരോഗിയായിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഈ രണ്ട് സാധ്യതകളും വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.
ശരി, റിയാസ് KMR ആണ് വിശദ വിവരങ്ങൾ നൽകിയത്. എന്തായാലും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. പോലീസ് പല നിഗമനങ്ങളിലൂടെ കടന്നു പോകുന്നുവെന്ന് റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നു.